നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് തരുന്ന ഒരു മാതൃക. ഇതിനു പ്രചോദനമായതെന്താണെന്നോ? 500 വർഷത്തിലേറെയായി ജീവിക്കുന്ന ഒരു പുരാതന മരം? അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഒരു മരത്തിന് നമ്മളെ എങ്ങനെയാണ് ആരോഗ്യം പഠിപ്പിക്കാൻ കഴിയുന്നത്? വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്കൊരുമിച്ച് ഈ വിശകലനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഈ യാത്രയിൽ നമ്മുടെ വഴികാട്ടി, അല്ലെങ്കിൽ നമ്മുടെ ഗുരു, സീബ പെൻട്രാൻഡർ എന്ന മരമാണ്. ഇതിനെ വെറുമൊരു മരമായി കാണരുത്. ഇതൊരു ഒറ്റപ്പെട്ട ശരീരമല്ല, മറിച്ച് ദീർഘായുസ്സിന്റെ രഹസ്യം സ്വയം കണ്ടെത്തി നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥയാണ്. ശരി, നമുക്ക് ഏറ്റവും അടിസ്ഥാന തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് നമ്മുടെ കോശങ്ങളിൽ നിന്ന്. ഈ വലിയ മരത്തിന്റെ ജീവരഹസ്യങ്ങൾ നമ്മുടെയെല്ലാം ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങൾക്കുള്ളിൽ തന്നെ എങ്ങനെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. നോക്കൂ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഇടതുവശത്ത് സീബ മരത്തിന്റെ അതിജീവന തന്ത്രങ്ങൾ, വലതുവശത്ത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ഊർജ്ജനിലയങ്ങളായ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനങ്ങൾ. കണ്ടോ എത്രമാത്രം സാമ്യമുണ്ടെന്ന്? മരത്തിന് പുതിയ കോശങ്ങൾ നൽകുന്ന കാമ്പിയം പാളി പോലെയാണ് നമ്മുടെ ശരീരത്തിൽ പുതിയ മൈറ്റോകോൺട്രിയ ഉണ്ടാകുന്നത്. മരം പഴയ ഇലകൾ പൊഴിച്ച് പുതിയത് തളിർക്കുന്നതുപോലെ നമ്മുടെ കോശങ്ങൾ കേടായ ഭാഗങ്ങളെ മിറ്റോഫജി എന്നൊരു പ്രക്രിയയിലൂടെ നീക്കം ചെയ്ത് സ്വയം ശുദ്ധീകരിക്കുന്നു. തത്വം ഒന്നുതന്നെ, കാര്യക്ഷമമായ നവീകരണം. അപ്പോ ഈ പറയുന്ന മൈറ്റോകോൺട്രിയൽ DNA അഥവാ mtDNA എന്താണ്? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന പവർ ഹൗസുകളാണ് മൈറ്റോകോൺട്രിയ. അതിനകത്തുള്ള ഈ ജനിതക വസ്തുവാണ് കോശങ്ങളുടെ ആരോഗ്യത്തിനും റിപ്പയറിനും നവീകരണത്തിനുമെല്ലാം അടിസ്ഥാനം. അപ്പോൾ ഇതിനെ സംരക്ഷിക്കുന്നതാണ് ദീർഘായുസ്സിന്റെ യഥാർത്ഥ താക്കോൽ. അപ്പോൾ ഈ താരതമ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠമെന്താണ്? ദീർഘായുസ് എന്നത് ഒരുപാട് ഊർജ്ജമുണ്ടാക്കി ഉപയോഗിക്കുന്നതിലല്ല, മറിച്ച് ഉള്ള ഊർജ്ജം ഏറ്റവും കാര്യക്ഷമമായി കുറഞ്ഞ നാശനഷ്ടങ്ങളോടെ നിരന്തരമായ നവീകരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിലാണ്. ശരി, നമുക്ക് കോശങ്ങളിൽ നിന്ന് ഒരു പടി പുറത്തേക്ക് വരാം. ഒരു ആവാസവ്യവസ്ഥ എന്ന നിലയിൽ കാര്യങ്ങളെ നോക്കിക്കാണാം. നമ്മുടെയെല്ലാം ഉള്ളിൽ പ്രതലത്തിനിടയിൽ മറഞ്ഞിരിക്കുന്ന വളരെ ശക്തമായൊരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഒരു മരത്തിന്റെ വേരുകൾ മണ്ണിലെ സൂക്ഷ്മജീവികളുമായി എങ്ങനെയാണോ നിരന്തരം സംവദിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ കുടൽ നമ്മുടെ തലച്ചോറുമായി സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, മണ്ണ് മരത്തിന് പോഷകങ്ങളും വിവരങ്ങളും നൽകുന്നതുപോലെയാണ് നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വിവരങ്ങൾ നൽകുന്നത്. ആ വിവരങ്ങളെ സംസ്കരിക്കുന്ന വേരുകളാണ് നമ്മുടെ കുടൽ. ഈ ഒരു അത്ഭുതകരമായ ബന്ധത്തെയാണ് ശാസ്ത്രം ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കുടലിൽ സംഭവിക്കുന്നത് കുടലിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നേരിട്ട് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വികാരങ്ങളെയും വരെ സ്വാധീനിക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു സൂപ്പർ ഹൈവേ പോലെയാണ്. ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മനസ്സിൽ ഉറപ്പിക്കണം. ഒരു മരത്തിന്റെ നിലനിൽപ്പിന് അതിന്റെ വേരുകൾ എത്രത്തോളം അത്യാവശ്യമാണോ അത്രയും തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് കുടലിന്റെ ആരോഗ്യം നിർണായകമാണ്. ഈ അടിസ്ഥാനപരമായ സഹജീവന ബന്ധം തകർന്നാൽ എല്ലാം തകരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോശങ്ങളിലും കുടലിലും ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതി നിയമങ്ങളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം? അതിനൊരു വഴിയുണ്ട്. അതിനെ നമുക്ക് നവചിന്താതന്ത്രം എന്ന ദാർശനിക ചട്ടക്കൂടിലൂടെ മനസ്സിലാക്കാം. എന്താണ് ഈ നവചിന്താതന്ത്രം? ഇത് നമ്മുടെ മനസ്സിനെയും, അതായത് ചിത്ത, കുടലിനെയും, അതായത് കോഷ്ട, പിന്നെ കോശങ്ങളിലെ ഊർജ്ജമായ അഗ്നിയെയും പ്രകൃതിയുടെ താളമായ ഋതത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു പ്രായോഗിക ജ്ഞാനമാണ്. നമ്മൾ ഇതുവരെ കണ്ട ആ മരത്തിന്റെ ജ്ഞാനത്തെയും നമ്മുടെ ശരീരത്തിന്റെ ശാസ്ത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഈ കൽപ്പവൃക്ഷ മാതൃകയ്ക്ക് 5 പ്രധാന തത്വങ്ങളുണ്ട്. 1. കോഷ്ടബോധം, നമ്മുടെ വേരുകളായ കുടലിനെ അറിയുക, അതിനെ പരിപാലിക്കുക. 2. അഗ്നി, കോശങ്ങളിലെ ഊർജ്ജത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കുക. 3. മന്ദഗതി, ജീവിതത്തിന്റെ വേഗത കുറച്ച് എല്ലാം സാവധാനത്തിലാക്കുക. 4. ത്യാഗതന്ത്രം, ശരീരത്തിനും മനസ്സിനും ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക. അവസാനമായി 5ാമത്തേത് സഹജീവനം, നമ്മുടെ ശരീരം ഒരു മത്സരക്കളമല്ല, മറിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടേ ഈ സമ്പൂർണവും ഏകീകൃതവുമായ മാതൃക എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. എല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, മണ്ണിൽ നിന്ന്. അതായത് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങളുടെയും പോഷണത്തിന്റെയും ഗുണമേന്മയിൽ നിന്ന്. ഈ പോഷണം പിന്നീട് സംസ്കരിക്കപ്പെടുന്നത് നമ്മുടെ വേരുകളിലാണ്, അതായത് നമ്മുടെ കുടലിൽ. ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ അടിത്തറ. ആ വിവരങ്ങൾ പിന്നീട് ശരീരത്തിന്റെ തടിയിലൂടെ, അതായത്
വാഗസ് നാഡി പോലുള്ള പ്രധാന ആശയവിനിമയ പാതകളിലൂടെ തലച്ചോറിലേക്ക് ഒഴുകുന്നു. ഈ ഒഴുക്കാണ് ആത്യന്തികമായി നമ്മുടെ ഇലകളെ രൂപപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബോധം, നമ്മുടെ മാനസികാവസ്ഥ എന്നിവയെയെല്ലാം. ഈ മുഴുവൻ സിസ്റ്റത്തിന്റെയും ആരോഗ്യം നമ്മുടെ വിത്തുകളെ നിർണ്ണയിക്കുന്നു. അതായത് നമ്മുടെ ജീനുകൾ എങ്ങനെ പ്രകടമാകുന്നു എന്നും നമ്മൾ അടുത്ത തലമുറയ്ക്ക് എന്താണ് കൈമാറുന്നത് എന്നതിനെയും ഇത് സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഏകീകൃത മാതൃകയുടെ ഏറ്റവും ശക്തമായ നിഗമനമിതാണ്: താഴെ മണ്ണിൽ നിന്ന് തുടങ്ങി മുകളിൽ ഇലകൾ വരെ എത്തുന്ന ഈ ഒഴുക്കുണ്ടല്ലോ, അതിലുണ്ടാകുന്ന തടസ്സമാണ് രോഗം. അല്ലാതെ രോഗലക്ഷണങ്ങളോട് പോരാടുന്നതല്ല യഥാർത്ഥ രോഗശാന്തി, ഈ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാതൃക ഇത്രയധികം ശക്തമാകുന്നത്? 1. ഇത് രോഗങ്ങളെക്കുറിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്നില്ല, പകരം ജീവിതശൈലിയുടെ പ്രാധാന്യം ലളിതമായി വിശദീകരിക്കുന്നു. 2. ഇത് ആയുർവേദത്തിന്റെ പുരാതന ജ്ഞാനത്തെ ന്യൂറോസയൻസ് പോലുള്ള ആധുനിക ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി ആർക്കും പിന്തുടരാൻ കഴിയുന്ന വളരെ ലളിതമായ തത്വങ്ങളാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ബദൽ ചികിത്സാരീതിയോ മറ്റോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ തത്വചിന്തയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ വാക്കാണത്: ഇക്കോസിസ്റ്റം മെഡിസിൻ. ഈ മാതൃകയുടെ അവസാനത്തെ ഏറ്റവും ശക്തമായ സത്യമിതാണ്: സീബ പെൻഡ്രാൻഡ്ര എന്ന മരം നൂറ്റാണ്ടുകളായി നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന രഹസ്യം. ദീർഘായുസ് എന്നത് കൂടുതൽ കാലം ജീവിക്കുന്നതല്ല, മറിച്ച് ഓരോ നിമിഷവും സ്വയം മികച്ച രീതിയിൽ പുതുക്കുന്നതാണ്. ഈ പുരാതന മരത്തിന്റെ ജ്ഞാനം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ചോദ്യമിതാണ്: നിങ്ങളുടെ ശരീരമാകുന്ന ഈ ആവാസവ്യവസ്ഥയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ, അതിന്റെ സ്വാഭാവികമായ ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു?